കാനറ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ക്യാൻഡി മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തന്നെ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കും വളരെ ഈസിയായി എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം കാനറ ബാങ്ക് സംബന്ധിച്ച് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണുന്നതിന് നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ ഒന്ന് കയറി നോക്കുക. കാനറ ബാങ്ക് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ കാനറ ബാങ്കിൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനായ ക്യാൻഡി മൊബൈൽ ആപ്പ് ആദ്യം നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്യുക. ക്യാൻഡി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതിനുശേഷം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ട്രാൻസ്ഫർ എന്ന് എഴുതിയിരിക്കുന്നതാണ്. അതിന് താഴെയാണ് നമുക്ക് പൈസ അയക്കേണ്ട ഓപ്ഷൻ. അതിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് മറ്റ് കാനറ ബാങ്കുകളിലേക്ക്, അതായത് മറ്റൊരാളുടെ കാനറ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാനാണ്. ഇതേ മെത്തേഡ് തന്നെയാണ് മറ്റു ബാങ്കുകളിലേക്കും അയക്കുന്നത്. ബാക്ക് വന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കാണാം, IMPS എന്ന് എഴുതിയിരിക്കുന്ന, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതാണ് എല്ലാ ബാങ്കുകളിലേക്കും, അതായത് SBI, ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, ICICI എന്നുകൊണ്ട് ഏത് ബാങ്കിലെ ആരുടെ അക്കൗണ്ടിലേക്കും പൈസ അയക്കാൻ സാധിക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ റിക്വസ്റ്റ് ബാലൻസിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബാലൻസ് അവിടെ കാണാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ആഡ് ന്യൂ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം, ഒരു പ്ലസ് ബട്ടൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആർക്കാണോ പൈസ അയക്കേണ്ടത് അയാളുടെ പേര് അവിടെ മുകളിൽ അക്കൗണ്ട് IFSC എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതായത് അക്കൗണ്ട് നമ്പർ IFSC നമ്പർ ഉപയോഗിച്ച് പൈസ അയക്കാനാണ്. അതിനുശേഷം ആർക്കാണോ അയക്കേണ്ടത് അയാളുടെ പേര്, അതായത് അയാളുടെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള പേര് കൃത്യമായി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിന് തൊട്ട് താഴെ എൻ്റർ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ആർക്കാണോ അയക്കുന്നത് അയാളുടെ അക്കൗണ്ട് നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ വളരെ കൃത്യമായി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ അതേ അക്കൗണ്ട് നമ്പർ തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക. ഈ 2 പ്രാവശ്യം ഒരേ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് അക്കൗണ്ട് നമ്പർ അയക്കുന്നവരുടെ അക്കൗണ്ട് നമ്പർ തെറ്റിപ്പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് സെലക്ട് ബാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിന് വലത് സൈഡ് ഒരു ഡൗൺ ആരോ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത്. ഇവിടെ ഏത് ബാങ്കിലേക്കാണോ അയക്കേണ്ടത് ആ ബാങ്ക് ഒന്ന് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ നിങ്ങൾക്ക്, ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കുറേയധികം ബാങ്കുകൾ കാണാം. അതിൽ നിന്നും നമുക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ബാങ്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സെലക്ട് ചെയ്തു. അപ്പോൾ അതിന് താഴെയായിട്ട് IFSC കോഡ് നമുക്കവിടെ വരും. ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മുകളിൽ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് IFSC കോഡ് വരും. IFSC കോഡിന് താഴെയായിട്ട് ഒരു ചെറിയ ടിക്ക് മാർക്ക് കാണാം, അതായത് ബെനിഫിഷ്യറി ആയിട്ട് നമുക്കിത് ആഡ് ചെയ്യുന്നതിനാണ്. അതായത് വീണ്ടും നമുക്ക് പൈസ അയക്കാൻ ഇനി നമുക്ക് ഈ അക്കൗണ്ട് നമ്പർ വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട കാര്യമില്ല, ആ ടിക്ക് മാർക്ക് കൊടുത്താൽ. അതുകൊണ്ട് ആ ടിക്ക് മാർക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിന് താഴെ നിക്ക് നെയിം എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് നമ്മൾ ഒന്നിലധികം അക്കൗണ്ടുകൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, അതായത് പൈസ അയക്കേണ്ട അക്കൗണ്ടുകൾ ഒന്നിലധികം പേരെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ തന്നെ ഒരു പേര് ഇവിടെ ഇട്ട് വയ്ക്കുന്നതാണ്. അതായത് മറ്റ് അക്കൗണ്ടുകൾ തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അവിടെ നമുക്കിഷ്ടമുള്ള ഒരു പേര് ടൈപ്പ് ചെയ്യാം. ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിം തന്നെ അവിടെ ടൈപ്പ് ചെയ്തു. ഇത്രയും നമുക്ക് ഒരിക്കൽ കൂടെ റിവ്യൂ ചെയ്ത് നോക്കാം എല്ലാം കറക്റ്റാണോ എന്ന്. 2 പ്രാവശ്യം അക്കൗണ്ട് നമ്പർ അടിച്ചു, IFSC കോഡ് വന്നിട്ടുണ്ട്, നിക്ക് നെയിം അടിച്ചു. ഇനി നമുക്ക് ഏറ്റവും താഴെ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ബെനിഫിഷ്യറി ആഡഡ് എന്ന് പറഞ്ഞ് വരുന്നതാണ് സക്സസ്ഫുള്ളി. ഇനി നമുക്കവിടെ ഞാനിവിടെ കാണിക്കുന്നിടത്ത് ഡൗൺ ആരയിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ബെനിഫിഷ്യറി ആയിട്ട് ആഡ് ചെയ്ത എല്ലാ അക്കൗണ്ടുകളും നമുക്കവിടെ കാണാം. അതിലിപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തത് അവിടെ കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് അത് ഞാനൊന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം അതിന് താഴെയായിട്ട് എൻ്റർ എമൗണ്ട്, അവിടെ എത്ര രൂപയാണോ ഒരാൾക്ക് അയക്കേണ്ടത് ആ എമൗണ്ട് അവിടെ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ സംഖ്യയൊന്നും മാറാതെ വളരെ കൃത്യമായി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴെ വരുന്നത്
എന്ത് കാര്യത്തിനാണ് ഈ പൈസ അയക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും അതൊരു ഓപ്ഷണലാണ്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവിടെ ടൈപ്പ് ചെയ്താൽ മതി. സാധാരണ അവിടെ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒന്നും ടൈപ്പ് ചെയ്യുന്നില്ല. അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് റിവ്യൂ ആയിട്ട് കാണാം നമ്മൾ എത്ര രൂപയാണ് അയക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവിടെ ശരിയാണ്. അപ്പോൾ നമുക്കിവിടെ താഴെയുള്ള കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിൻ ചോദിക്കും, അതായത് മൊബൈൽ പിൻ. ഈ മൊബൈൽ പിന്നൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ കാനറ ബാങ്ക് എന്ന് പറഞ്ഞ് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതിൽ നോക്കി ഈ പിന്നൊക്കെ സെറ്റ് ചെയ്യുക. ആ പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നമുക്കവിടെ കാണാം. ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് മറ്റൊരാൾക്ക് നമ്മുടെ കാനറ ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഈ അയച്ചു കൊടുത്തത് നമുക്ക് ഈ ഒരു റെസിപ്റ്റായിട്ട് ഇതിനെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വാട്സപ്പിലോ മറ്റോ നമുക്ക് ഈ റെസിപ്റ്റായിട്ട് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്കുണ്ട്. വാട്സപ്പൊക്കെ സെലക്ട് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത്തരത്തിൽ മറ്റൊരാൾക്ക് വളരെ ഈസിയായി പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.